ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയം ജേണി. തലപതി വിജയ് ജനനായകൻ സിനിമയുടെ പാട്ട് വന്നിട്ടുണ്ട്. കച്ചേരി ലിറിക് വീഡിയോ ആണ് വന്നിട്ടുള്ളത്. വന്ന് 19 മിനിറ്റ് കൊണ്ട് 65,913 ഒറ്റ 10 100 1000 10 ലക്ഷം 6,59,911 വ്യൂ. എൻ്റെ മോനെ, 200K ലൈക്ക്. ടി സീരീസിലാണ് വന്നിട്ടുള്ളത്. കോപ്പറേറ്റ് എന്തായാലും അണ്ണാക്കിലടിച്ച് കിട്ടും, കുഴപ്പമില്ല. Presenting the first single Thalapathy Kacheri from the upcoming Tamil film Jananayagan, starring Thalapathy Vijay, Pooja Hegde, Bobby Deol, Mamita Baiju, Gautam Vasudev Menon, Prakash Raj, Priya Mani, Narain and others. Song credits, music, series, Arrivu, Anirudh Ravichandra, Thalapathy Vijay, Arrivu. Oh, മൂന്നാളും പാടിയിട്ടുണ്ട്. അറിവ് പാടിയിട്ടുണ്ട്, തലപതി വിജയ് പാടിയിട്ടുണ്ട്, ആൻഡ് അനിരുദ്ധ് രവിചന്ദർ. ഓക്കെ, 3 മിനിറ്റ് 22 സെക്കൻഡ് വേട്ടി. കേട്ടെ ആൻഡ് അനിരുദ്ധ് വി കച്ചേരി. വിനോദാണ്, വിനോദ്. ஐசா அங்க கொஞ்சம் பாரு, அண்ணனோட பேரு ஜொலிக்குதுடா, ஸ்லோமோ தெரிக்குதுடா, அன்பாரன் பிச்செல்லாம் கேளு, நம்பிக்கையா சேரு இருக்குதுடா, காலம் பொறக்குதுடா, தனக்குன்னு வாழாத, நீ தரத்துல தாழாத, ஒருத்தனு மாறானே திருத்திட போறானே, கல்லுமா தளபதி கச்சேரி, தளபதி கச்சேரி, அங்கனா வனவங்கனா வெறித்தனமா வைபா பலாமா, கச்சேரி, தளபதி கச்சேரி, கொடிய பறக்க விட்டு விருந்து வச்சு கொண்டாடலாமா, பக்கல்ல விட்டாய் பக்கல்ல விட்டாய் பக்கல்ல விட்டாய் விட்டாரே, பக்கல்ல விட்டாய் பக்கல்ல விட்டாய் பக்கல்ல விட்டாய் விட்டாரே, பக்கல்ல விட்டாய் பக்கல்ல விட்டாய் பக்கல்ல விட்டாய் விட்டாரே, பக்கல்ல விட்டாய் பக்கல்ல விட்டாய் பக்கல்ல விட்டாய் விட்டாரே. ഓ ട്രിബ്യൂട്ട്. അത് തുടങ്ങും. Hey buddy, are you ready? நெருக்கட்டும், சரவெட்டி, மரக்கட்டும், நம்ம கொட்டி, வர தடைகளுக்கெல்லாம் தொடை நடுங்கிட ஸ்டடி, ஸ்மைல் பண்ணி, நீ பொறி, இருவிடி, நீ பகு, புதுபடி, பல தலைமுறை தளபதி பேர சொல்ல, தளபதிக்கு இந்த பாட்டே, நம்மனா போல யாரு காட்டே, தளபதிக்கு இந்த பாட்டே, எங்கண்ணா போல யாரு காட்டே. ஒரு மாபெரும் நாடு, அதன் வேர்களில் நம்ம வேர்வ பாரு, மரம் மேல் ஒரு கூடு, அதன் தாய் வழி சொந்தம் இந்த காடு, ஆவோ டுகெதர் பையா பையா, ஜாதி பேதம் லோலே தையா, நீங்கள் ஸ்நேகம் போல் மண்ணில் எங்கும் அண்ணன் கண்டெல்லவோ செய்யா, ஒருத்தனு வாரானே திருத்திட போறானே, தங்கமே தளபதி கச்சேரி, தளபதி கச்சேரி, மனசங்கனா வெறித்தனமா வைபா பலாமா, கச்சேரி, தளபதி கச்சேரி, கொடிய பறக்க விட்டு விருந்து வச்சு கொண்டாடலாமா, தளபதிக்கு இந்த பாட்டே, மன போல யாரு காட்டே, தளபதிக்கு இந்த பாட்டே, எங்க அண்ணன் போல யாருன்னா காட்டுறாடே எங்க அண்ணன், தளபதிக்கு இந்த பாட்டே, மன போல யாரு காட்டே, தளபதிக்கு இந்த பாட்டே, எங்க அண்ணன் போல யாரு காட்டே. அண்ணா என்னடா ஒன் லாஸ்ட் டான்ஸ். ഓക്കേടാ പോടേ. ഓക്കെ, വൺ ലാസ്റ്റ് ഡാൻസ്. ഓക്കെ, നടക്കട്ടെ, വരുമായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഡാൻസിൻ്റെ ഒരു കിടലൻ സാധനം ഉണ്ടാവും. എന്തായാലും സ്റ്റെപ്പൊക്കെ ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ്, കിടലിനാണ്. പിന്നെ പൊതുവെ അനിരുദ്ധ് മ്യൂസിക് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ കേട്ട പോലെ, നമ്മൾ കേട്ട പാട്ട് പോലെ തന്നെയാണ് എപ്പോഴും തോന്നുക. ഇതൊക്കെ എവിടെ കേട്ടിട്ടുണ്ടല്ലോ, ഈ മ്യൂസിക് എവിടെ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫീല് വരും. ഈ അനിരുദ്ധ് ഓൺ തലപതി മോഡ് എന്ന് നമുക്ക് വേണ്ടി പറയാം. അത് നമ്മൾ ഒരുപാട് തവണ കേട്ട പോലെ ഫീൽ ചെയ്യും, ബട്ട് കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഒക്കെ നമുക്ക് എന്തായാലും ഫീൽ ചെയ്യും. അതിൻ്റെ സ്റ്റെപ്പ്, കാര്യങ്ങൾ, മ്യൂസിക്, ബീറ്റ് എവിടെയോ കേട്ടിട്ടുണ്ട്, ബട്ട്
ഇത് രസമുണ്ട്, എന്നാലും കുഴപ്പമില്ല. തളപതിക്ക് വേണ്ടി ഓക്കെ കൊള്ളാം എന്നുള്ള രീതിയിലുള്ള ഫീലാണ് വരിക. നല്ല എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ഡാൻസ് മിക്കവാറും റീലിലൊക്കെ കയറി കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാനിതിപ്പോൾ കണ്ടപ്പോഴും ആലോചിക്കണം എന്താ വെച്ചാൽ അതിൽ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ആ വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. തളപതി വിജയ് ഒരു അറിയാലോ, അപ്പൊ ആ ഒരു പ്രശ്നം കുറെ ആളുകൾ മരണപ്പെടുകയും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ ഒരു എന്താ പറയാ TV-ക്ക് തമിഴക വെற்றிക്കഴകം എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ പാർട്ടി പരിപാടിക്കിടയിൽ, അപ്പൊ അതിന് ശേഷം തളപതി വിജയ് BJP-യിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് വലിയൊരു വിവാദം ഉണ്ടായിട്ടുണ്ട്. അതിനെ കുറിച്ചൊരു ക്ലാരിറ്റി സത്യത്തിൽ വന്നിട്ടില്ല. തളപതി അതിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അറിഞ്ഞിട്ടില്ല, ഉണ്ടെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് രേഖപ്പെടുത്തുക. വാട്ട് എവർ എന്തോ ആയിക്കൊള്ളട്ടെ. ബട്ട് ഉറപ്പുള്ളൊരു കാര്യം, പുള്ളിക്കാരനൊക്കെ BJP പോലുള്ള പാർട്ടിയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. കാരണം വേറൊന്നുകൊണ്ടല്ല, അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ നിരന്തരം BJP-യുടെ RSS-ന്റെ അല്ലെങ്കിൽ അത്തരമുള്ള വർഗീയ പാർട്ടികൾക്കെതിരെ സ്ട്രോങ് ആയിട്ട് നിലപാടെടുത്തിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ട് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് എന്താണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഇത്തരം സിനിമ വിട്ട് ഇത്രയും വളരെ ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത്, ഇത്രയും ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് സിനിമ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു പറയുമ്പോൾ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം. വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള തീരുമാനമാണ്. അതും ഇങ്ങനെയുള്ളൊരു പൊളിറ്റിക്സ് ഉള്ള, ഇത്തരം ഐഡിയോളജി ഉള്ള ഒരു വ്യക്തി. അതാണ് പുള്ളിക്കാരന്റെ പോസിറ്റീവായിട്ട് എല്ലാവരും കണ്ടിരുന്നത്. BJP-ക്ക് എതിരെ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ രീതി. മോദി അവറുകളെ എന്നൊക്കെ പറഞ്ഞതിനെതിരെ സംസാരിച്ച കുറെ കാര്യങ്ങളുണ്ട്. ജീവൻ പോയാലും BJP-യിലേക്ക് പോയില്ല എന്നും പറഞ്ഞിരുന്നു. ബട്ട് ഇത്തരം ഒരു സംഭവം വരുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അദ്ദേഹം പറയാത്തതെന്ന് അറിയില്ല. ബട്ട് വീണ്ടും ഞാൻ പറയുന്നു, ഞാൻ കേൾക്കാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് പുള്ളി BJP-ക്ക് എതിരെ സംസാരിക്കും എന്ന് തന്നെയാണ്. ബട്ട് BJP-യിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ പോയാൽ അത് വളരെ മോശമാണ്. ആൻഡ് ഇതിലിപ്പോ ജാതിനെ കുറിച്ചൊരു വരി പറയുന്നുണ്ട്, ജാതി ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ. ബട്ട് അതിലേക്ക് പോകുമ്പോൾ ഇത് കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്നു. അതിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകൾ കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്നു. അതിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞുള്ള സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹത്തിന്റെ ഐഡിയോളജി വെറും തമാശയായി കോമഡി ആയിട്ട് മാത്രം ഫീൽ ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ അദ്ദേഹം ഒരു ജോക്കറായിട്ട് മാറുന്ന അവസ്ഥ ഉണ്ടാവും. ബട്ട് ഐ സ്ട്രോങ്ലി ബിലീവ് അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ കാരണം. ദിലും ജാതിനെ കുറിച്ചൊരു വരി വന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ക്ലാരിറ്റിയോട് കൂടി ആധികാരികമായി പറയാൻ അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വീഡിയോ. തുടർന്ന് കാണുന്നവരെ.